നമുക്ക് ചീരയും പരിപ്പും കൂടി കറി വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഇന്ന് ചീരയും പരിപ്പും കൂടി കറി വയ്ക്കാനായിട്ട് ചീര ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണ് കറി വയ്ക്കുന്നതെന്ന് ഇത് ഇന്നത്തേക്ക് വേവിച്ച പരിപ്പിലേക്ക് ചീര ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ആവശ്യത്തിന് ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇനി അവിടെ ഇരുന്നൊന്ന് നന്നായിട്ട് കുക്കാവട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് വേണ്ട തേങ്ങയെല്ലാം ചണ്ടി എടുക്കട്ടെ. നമ്മുടെ ചീര കറി വയ്ക്കാനായിട്ട് ഒരു മുറി തേങ്ങ, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ജീരകം, കുറച്ച് മല്ലിപ്പൊടി, 1.5 ടീസ്പൂണ് മുളക് പൊടി, പിന്നെ 4 വെളുത്തുള്ളി. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നമ്മുടെ ചീരയും പരിപ്പും കൂടെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അരച്ച് വെച്ച അരപ്പിടാൻ പോകണം. കുറച്ച് വെള്ളം കൂടി ചേർക്കാം. ഇതിനി നന്നായിട്ടൊന്ന് തിളക്കിയിട്ട് അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ കറി ഇവിടെ തിളച്ച് വരുന്നുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിനി ഇതിനകത്തേക്ക് ഒരു താളിപ്പും കൂടി ഒഴിക്കാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.